ഹലോ ഗൈസ്, നമ്മളിന്ന് നമ്മുടെ പാർട്ട് 1 വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിന് നമ്മളിങ്ങനെ പോകുമ്പോൾ വണ്ടിയൊക്കെ ചെറുതായിട്ടൊന്ന് ഇടിച്ചായിരുന്നു. സൈഡൊക്കെ ചടഞ്ഞു, ഫാസ്റ്റ് സൈഡ് ചടഞ്ഞു. അതിന് ശേഷം നമ്മൾ വണ്ടി അതിന് പാർട്ട് 2 ഇറക്കാൻ അല്ല സ്ക്രീനിലൊക്കെ നിർത്തിയപ്പോൾ നമ്മളെ വണ്ടി നല്ല ഡാമേജ് ആയിപ്പോയി. ഓടിക്കുന്ന കൺട്രോൾ കിട്ടിയിട്ട് അവിടെ ഇടിച്ചിട്ട് ഒരു എഞ്ചിന് പ്രോബ്ലം ഉണ്ടായി. നമ്മൾ വണ്ടീൻ്റെ എഞ്ചിൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വണ്ടീൻ്റെ എഞ്ചിനൊരു സാധനമുണ്ട്. അത് എന്ന് വെച്ചാൽ എന്തോ ഒരു സംഭവം പ്രശ്നമുണ്ട്. നമ്മൾ ഒരു ഇതിനെ വിളിച്ചിട്ടുണ്ട്, ഒരു മെക്കാനിക്കിനെ. ഇപ്പം തന്നെ വരും ഇവിടെ. ഇപ്പം മെക്കാനിക്ക് വന്ന് കഴിഞ്ഞിട്ട് കാണാം കേട്ടാ. അപ്പോൾ വണ്ടീൻ്റെ എഞ്ചിൻ ശരിയാക്കി, വണ്ടീൻ്റെ എഞ്ചിൻ ശരിയാക്കിയിരുന്നു. പക്ഷെ വണ്ടി ശരിയാക്കിയില്ല. മറ്റേ വണ്ടീൻ്റെ എഞ്ചിൻ ശരിയാക്കി. വണ്ടീനെ ചടുക്കല്ലേ, അത് ഇതാക്കിയിട്ടില്ല. അപ്പം നമുക്ക് കുറേ ദൂരം പോകുന്നുണ്ടാക്കില്ല. എന്നാലേ നമുക്ക് നമ്മളെ വണ്ടി റിപ്പയർ ചെയ്യാം. അപ്പം അതൊരു സീനാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഈ പണിയാണ് ഇങ്ങനെ കുടിക്കാം. ഞാൻ നിൽക്കാം. നമുക്ക് വളച്ചെടുക്കാൻ തിരിച്ചാൽ പോവാം. ഇനി 30 ഇങ്ങനെ പതുക്കെ എന്ത് ശാന്തി സമാധാനം. എല്ലാവരും സ്ക്രീനിൽ കൊണ്ട് ചേച്ചി ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ല രസമായിരിക്കും കാണാം. അയ്യോ, സ്ഥലം മറക്കും. ഇവിടെ ഇങ്ങനെ എന്തോ രസമാണ്. സ്ക്രീനിൽ കൊണ്ട് നമ്മൾ 10 ആട്ടാ പോകുന്നത്. ഇനി ഇറക്കാണ്. ഇനി ആക്സിഡൻ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇനി ആക്സിഡൻ്റ് കൊടുക്കണം. മുപ്പതിലൊന്നും പോകാം. നമുക്ക് നെക്കിയേക്ക് പോവാം. നമ്മൾ സാഹചര്യത്തിൽ വരപ്പെടും. ഇങ്ങനത്തെ റൂട്ടിൽ ഇങ്ങനെ പോകുന്നത്. ഇന്ന് നമുക്ക് ഇവിടുന്ന് മറ്റേ ഇതാക്കാൻ നിൽക്കണം, ഓഫ് റോഡ് പോകാൻ നിൽക്കണം. ഇത് ഓഫ് റോഡ് പോകുന്നതിനൊക്കെ ഷോർട്ട് കട്ട് ചെയ്യുന്നതിന് കുഴപ്പമുണ്ട്. ഷോർട്ട് കട്ടിലും കൂടെ അതിലോട്ട് പോകാതെ വെച്ചപ്പോൾ കണ്ണ കഴിച്ചാണിത്. കുഴപ്പമില്ല. എന്തായാലും വണ്ടി ശരിയാക്കിയിട്ട് ഓഫ് റോഡില്ല. അപ്പം ഇപ്പോൾ ഒരു ചെറിയ ഷോർട്ട് കട്ട് ചെയ്താൽ നല്ലതല്ലേ. ഷോർട്ട് കട്ടായിട്ട് നമുക്ക് അതിലോട്ടേക്ക് പോകാം. നമ്മൾ ഉദ്ദേശിച്ച വഴിക്കൂടെ തന്നെ പോയി. പക്ഷേ അതിപ്പുറത്തുള്ള അയ്യോ, ഈ കയറ്റത്തെ വണ്ടി കയറില്ല നല്ല ഇങ്ങനെ ഉണ്ടോ. വണ്ടികൾ ഇതാക്കുന്നുണ്ടോ. വണ്ടിന് ചളിങ്ങിയപ്പോൾ വണ്ടിക്ക് എന്തോ ആയി. എഞ്ചിൻ റെഡിയായി, പക്ഷെ വേറെ അവിടെ തകരാറ്. അതൊക്കെ നമുക്ക് വർക്ക്ഷോപ്പ് കൂടിയിട്ട് റെഡിയാക്കാം. അതിലോട്ട് പോയി ഇതിലോട്ട് ഇങ്ങനെ പോകും. നമുക്ക് ഇതിലോട്ട് പോവാം. ഇത് ഷോർട്ട് കട്ട് എടുക്കാൻ സമയമായി എന്ന് വിചാരിക്കുന്നു. ഇത് ഷോർട്ട് കട്ട് എടുക്കാൻ സമയമായിരിക്കും. ഷോർട്ട് കട്ട് ഫ്ലോപ്പാവും. ഞാൻ വിചാരിച്ചു. ഫ്ലോപ്പായില്ല. പക്ഷെ വണ്ടി ജസ്റ്റ് മറിഞ്ഞ വണ്ടിക്കൊന്നും പറ്റിയിട്ട് ചണക്കൊന്നും വന്നിട്ടില്ല.
എഞ്ചിനും കുഴപ്പമില്ല, എഞ്ചിനും കുഴപ്പമൊന്നുമില്ല. അത് ചില ചടങ്ങിരിക്കും. എഞ്ചിന് തട്ടില്ല, അത്രയും പവറുള്ള എഞ്ചിന് നിർത്തി അടിക്കും തിരിയൊന്നും ഉണ്ടാവില്ല. എഞ്ചിനോടെ കിടന്നു ഉറങ്ങുക. നമ്മളോടെ ഉള്ളിട്ടൊക്കെ ഇതാക്കുന്നുണ്ട്. ആരായാലും മുകളിലോട്ട് കയറ്റുന്നുണ്ട്. ഇനി എത്ര ദൂരമുണ്ട്? കുറച്ചും കൂടി ഉള്ളു. അതുപോലെ തന്നെ ശനിയരിച്ച് അല്ല തത്തമ്മ കളറ് നമ്മൾ കൊടുത്തിരിക്കുന്നു. ആരും കോപ്പി അടിക്കരുത്. സ്വന്തമായി ചെയ്യണം. ആരും കോപ്പി അടിക്കാൻ പറ്റില്ല. പെണ്ണിന് കളറ് കോപ്പി അടിക്കാൻ ശരിയാവും. ഞാൻ ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ അത് കോപ്പി അടിക്കാൻ പാടില്ല. എനിതൊരു ഓൾറെഡി എത്തി കേസ് ഓൾറെഡി. വണ്ടിയിൽ റെഡിയായി. ഇനി നമുക്ക് ടയർ സർവീസും ചെയ്യാം. അപ്പം അതിന് 3000 രൂപ കൂട്ടി നമ്മൾ എന്നിട്ട് നമുക്ക് ഇനി നമ്മൾ ഇടിച്ചാലൊന്നും നോക്കുന്നു. അത്രയ്ക്കും പ്രശ്നമായതുകൊണ്ടാണ് നമ്മൾ നോക്കാതെ. ഇനി ഫുള്ള് ഓണാകുമ്പോൾ എടുത്തപ്പോൾ തന്നെ ഇടിച്ച് കുഴപ്പമില്ല. ഇടിച്ച് കുഴപ്പമില്ല. ഓഫ് റോഡൊക്കെ ആകുമ്പോൾ ഇതൊക്കെ സാധനമാണ്. ഈ എൽസി എന്താണ് ഇങ്ങനെ വിളിച്ച സാധാരണ ഞാൻ സസ്പെൻഷൻ ഫുള്ള് കൂട്ടിയിട്ടുണ്ട്. സസ്പെൻഷൻ ഫുള്ള് ഇതുണ്ട്. കണ്ടാ കയറി പോലുണ്ടാ ഈ സ്ക്രീനിൽ കൊടു. പക്ഷെ നിങ്ങൾക്കല്ല കഴിച്ച് ഇതെടുത്ത് വെച്ച് വരിക ചാടുമ്പോൾ വെച്ചില്ലെങ്കിൽ നല്ല ചാടിപ്പോകുന്ന ഇത്. ഞാൻ ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ആ റീമേക്ക് ചെയ്തിട്ട് റീയാക്കിയിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. ഈ വണ്ടിയൊക്കെ നല്ല പവർഫുൾ വണ്ടി. അത് എപ്പാടെ നീക്കിത് അവിടെ എൽസി എപ്പോഴും ഇതൊക്കെ പഠിക്കാൻ തുടങ്ങി. എൻ്റെ മോനെ നമുക്ക് ഇനി ക്രൂയിസ് കൺട്രോൾ ഓടിക്കാം. ഞാൻ അസിസ്റ്റൻ്റ് നന്നായി ഉപയോഗിക്കുന്നു. അത് ഇത്രയും വലിയ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ക്രൂയിസ് കൺട്രോൾ ഇല്ലാന്ന് പറഞ്ഞാൽ അതെന്ത് പരിപാടിയാ? നമ്മളൊരു കൂടിയൊക്കെ മേടിച്ച് സാധാരണ ഒരു കൂടിയൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് ക്രൂയിസ് കൺട്രോൾ വേണ്ടോ? ഇതാണെങ്കിൽ അതില്ല ഇതില്ല. വേൾഡ് എൻ്റെ ആവുന്ന നമുക്ക് ഈരോട്ട് ചാടിപ്പോവാം. സംഭവിച്ചാണ് മതിലൊക്കെ നമുക്ക് ഈ ഗ്രിൽസൊക്കെ പഴ ഇടിയോലും പറമ്പണ ഇളം കാറ്റിൽ ഒരു കാലം തിരികെ വരും. നോക്കിയേ കിട്ടിലും നമ്മളിപ്പം അതും പൊടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പം പോയിട്ട് അവിടെ ഇടിച്ചാലോ. ഇതാ നമ്മൾ കറക്റ്റ് നമുക്ക് ആ ദൂരെ നിന്ന് എടുത്തേക്കാം. ഒരു കാലം
നമുക്കിച്ചിരി റിസ്ക് പോലെയാണ് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ മനസ്സിന് റിസ്ക് പോലെ അറിയുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. എനിക്കിപ്പോൾ ഇതിലൂടെ വഴിയുണ്ടല്ലോ. ഈ ഗ്രില്ല് ഫുള്ളാണ് ഇടിച്ച് പൊട്ടിച്ചേക്കാം. ജസ്റ്റ് തൊട്ടുമ്പോൾ തരാം പോണ ഗ്രില്ല. സീക്രട്ട് പുഴ നമ്മളെ പോലത്തെ ഇൻഫ്ലുവൻസർ ഉള്ളതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നത്. നിങ്ങൾക്ക് ഈ ഗെയിമിലുള്ള സീക്രട്ട് കാര്യമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ വണ്ടി എടുത്ത് ഇതിനു വേണ്ടി തന്നെ ഇറങ്ങണം. ഞാനങ്ങനെ ഇറങ്ങിയിട്ടാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. പക്ഷെ എടുക്കുമ്പോൾ എൽസി എടുത്തിട്ടാണ്. എൽസി അല്ലാത്ത വണ്ടിയൊക്കെ എൽസി അല്ലാത്ത വേറെ ഓഫ് റോഡ് വണ്ടി ഉണ്ടല്ലോ, അതെടുക്കാം. എൽസിക്ക് പോകുന്നത് ഞാൻ കഷ്ടപ്പെട്ട് ഒരു കോടി ഉണ്ടാക്കിയെടുത്ത എൽസിയാണ്. അയ്യോ ഗായ്സ്, മൈ വണ്ടി നമുക്കിനി ഫുള്ള് വണ്ടി ഇടിച്ചാലും ഒന്നുമില്ല. നമ്മൾ എവിടെ വേണമെങ്കിലും കയറ്റിക്കൊണ്ട് പേടിയില്ല. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിട്ട് ഒരു വൈൻഡപ്പ് ചെയ്യാൻ കഴിയില്ല. ഈ സ്ഥലം കിടില്ല. ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്ത് നല്ല സ്ഥലം. എങ്ങനെയുണ്ട് ഗായ്സ് എൻ്റെ പോക്ക്? ഇതൊക്കെ സിമ്പിളാണ്. ഇതൊക്കെ സിമ്പിൾ. ഈ ഷോർട്ട് കട്ട് ഇച്ചിരി പണി കേട്ടാൽ ഇച്ചിരി പണി കിട്ടുന്ന ഷോർട്ട് കട്ടാണ്. കുഴപ്പമില്ല. നമ്മുടെ ചില ഷോർട്ട് കട്ട് ഉണ്ടാവും ഭയങ്കര പണിയായിരിക്കും. പക്ഷെ അതിൻ്റെ അടുത്ത് തന്നെ, ആ ഷോർട്ട് കട്ടിൻ്റെ അടുത്ത് തന്നെ അതേപോലത്തെ പണിയില്ലാത്ത ഷോർട്ട് കട്ട് ഉണ്ടാവും. പക്ഷേ അത് ചില സ്ഥലത്തുണ്ടാവില്ല. ഞാൻ ബാഗ് അടിച്ചാൽ ഫുള്ള് പോയി. പോയില്ല, ഞാൻ വെച്ച് ഫുള്ള് പോയി. നമുക്ക് ബാഗ് അടിച്ചിട്ട് ഇതിലൂടെ പോവാം. എന്നിട്ട് ഒരു വഴി ശരി. ഇപ്പം അങ്ങനെ ഇരിക്കുന്നു. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി വന്നിട്ട് 10 ദൂരത്ത് നമ്മൾ പോയി നോക്കി നമ്മൾ ഇതിലൂടെ പോവാം. കണ്ടോ അതിൻ്റെ ബോർഡിലൊക്കെ വിളിപ്പിച്ചു. മണ്ണടിച്ച് വീഴുക. നമുക്ക് മണ്ണൊക്കെ ഇല്ലാതെ എൽസിൻ്റെ ഇടയിൽ കൂടെ മാസമായിട്ട് പാടിക്കും. എന്താണ് ഈ വണ്ടി ഇങ്ങനെ? അയ്യോ എൻ്റെ ഷോർട്ട് കട്ട്. നമ്മുടെ കടിച്ച് നമ്മൾ ഷോർട്ട് കട്ട് പോവല്ലേ. നിങ്ങളിത് കാണുക, നമ്മളിപ്പോൾ എവിടെ എത്തി?
ഗായ്സ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ലൈവായി കാണുക. CPM-ന്റെ ഇത് അവരുടെ CPM-ന്റെ ഡെവലപ്പറാണ്. ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കാല്ലേ, നമ്മളെല്ലാം കണ്ടുപിടിക്കാം. നോക്കിയാൽ ഒരു താനെ പോയിട്ട് എടുക്കുന്നുണ്ടോ? എന്നിട്ട് താനെ ബാക്കിലോട്ട് പോയിട്ട് ഇല്ലോ ഫുഡിലാട്ടോ. നിങ്ങൾ ഈ ഓഫ് റോഡ് വന്നു കഴിഞ്ഞാൽ ഈ മാപ്പിൽ നിങ്ങൾ പറഞ്ഞാൽ എന്തായാലും പറഞ്ഞു. അതിൻ്റെ ഇത് വെച്ചാൽ ഇത് നമ്മളങ്ങോട്ട് നമ്മൾ വണ്ടിയിൽ ഇറക്കുമ്പോനെ. പക്ഷെ ആ ലോറി ഒന്നും ഇടിക്കരുത്. മാറി ലോറിയല്ല, ലോറിയല്ല അത് JCB. നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല ഗൈസ്. പകുതി വരെ വണ്ടി നിൽക്കും. നമുക്ക് വണ്ടി മുകളിലോട്ട് എടുക്കാം. എഞ്ചിൻ ഡാമേജ് കുഴപ്പമില്ല. പിന്നെ ആ മെക്കാനിക്കിനെ വിളിച്ചു. എപ്പോഴും മെക്കാനിക്ക് വേറെ സ്ഥലത്തും വർക്ക്സൊക്കെ ഉണ്ടാവും. നല്ല കുഴിയാട്ടാവുന്ന സൈഡിൽ അവിടെ വീണിപ്പോൾ ഒന്ന് എഞ്ചിൻ ഡാമേജ് ആയി. വണ്ടി ഇപ്പോൾ എനിക്കിതാകുന്നുണ്ട്. ഇവിടെ വിധിയുണ്ട്. നിങ്ങളെല്ലാവരും വന്നോളി. അത് വന്നേ നിങ്ങൾക്ക് എന്തായാലും വിധി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ ബെൽ ബട്ടൺ അമർത്തണം. ടാറ്റാ.